നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓർഡർ കിട്ടിയിട്ടുണ്ട്. നീ പറഞ്ഞതുകൊണ്ട് ഞാനത് എടുത്തേ. 100 പേർക്കുള്ള ഫുഡ് റെഡിയാക്കണം. രാവിലെ ഒരു 11:30 മണിയാകുമ്പോ നിനക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? നിന്റെ റിപ്ലൈ ഇറങ്ങിയിട്ട് വേണം എനിക്കിത് ഉറപ്പിക്കാൻ. ആരാടോ? എന്നാലേ ഞാൻ പറയട്ടെ, തന്റെ നാട്ടിൽ നിന്നുള്ള ആരോ ആണ്. അതെങ്ങനെ മനസ്സിലായി? അതേ, താൻ സത്യസന്ധമായിട്ടൊന്ന് ചിരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ തന്റെ വീട്ടിൽ നിന്ന് വിളിക്കണം, അല്ലെങ്കിൽ തന്റെ നാട്ടിൽ നിന്ന് ആരുടെയെങ്കിലും കോളോ മെസ്സേജോ വരണം. ശരിയാ സർ, ചില കോളുകളും മെസ്സേജുകളും ഒക്കെ പെട്ടെന്ന് തന്നെ എവിടേക്കോ നമ്മളെ എത്തിക്കും. അല്ല, ഇപ്പൊ എന്തായിരുന്നു ഇത്ര സന്തോഷം തരുന്ന മെസ്സേജ്? അത് നമ്മുടെ നാട്ടിലെ ഒരു കാവുണ്ട്, ചെമ്പരത്തിക്കാവെന്ന് പറയും. എന്താ ചെമ്പരത്തിക്കാവെന്ന് പേര് വന്നതെന്നറിയോ? അത് കാളി ദാരികനെ കൊന്ന സ്ഥലമാ. ഓഹോ. കാളി ദാരികനെ കൊല്ലുന്നതിന് മുൻപേ അവിടെ മുഴുവൻ വെളുത്ത ചെമ്പരത്തിയായിരുന്നു. ദാരികന്റെ ചോര വീണിട്ടാ ആ പൂക്കളൊക്കെ ചുവന്ന ചെമ്പരത്തിയായി മാറിയത്. ആദ്യമൊക്കെ ആ കാവിൽ എവിടെ നോക്കിയാലും കടും ചുവപ്പ് നിറത്തിലുള്ള ചെമ്പരത്തികൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ പക്ഷെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉത്സവമുണ്ട്, കാളിയും ദാരികനും ഒക്കെയുണ്ട്. ചെമ്പരത്തിക്കാവിലെ ഉത്സവ ദിവസം ഞങ്ങൾ രാവിലെ തന്നെ എല്ലാ ജോലിയും ഒതുക്കും. എന്നിട്ട് നേരെ ഒരുങ്ങി ഒറ്റ പോക്ക. വഴിയിൽ ഞങ്ങള് കരിമ്പ് വാങ്ങി കടിച്ചു തിന്നും, കപ്പലണ്ടി വാങ്ങി കൊറിക്കും, നെല്ലിക്കയും മാങ്ങയും അങ്ങനെ കണ്ണി കാണുന്നതൊക്കെ. ആ പിന്നെ ചെമ്പരത്തിക്കാവിലെ ഉത്സവം നടക്കുമ്പോ അവിടെ നാട്ടിൻപുറത്ത് ഞങ്ങളുടെ ക്ലബിന്റെ വക ചില മത്സരങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എത്ര തവണ അവിടെ കപ്പടിച്ചിട്ടുണ്ടെന്ന് അറിയാം. അപ്പോ വലിയൊരു സ്പോർട്സ് താരമാണോ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്? എന്ത് സ്പോർട്സ് സർ? കുഞ്ഞു കുഞ്ഞു മത്സരങ്ങളാ. മുറുക്ക് കടി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, പിന്നെ ചാക്കിൽ ചാട്ടം, അങ്ങനത്തെ നാടൻ കളികള്. ഞാൻ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. യെസ്, റിയലി ഗ്രേറ്റ്. നാട്ടിൽ ഉത്സവമൊക്കെ വരുമ്പോഴേ എല്ലാവരുടെയും മുഖത്ത് സന്തോഷായിരിക്കും. ചില ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതൊക്കെ നടക്കില്ലേ? പക്ഷെ ഉത്സവ പറമ്പിൽ വെച്ച് കണ്ട എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടും. അതങ്ങനെ ഒരു ലോക, നല്ല രസമുള്ള ഒരു ലോകം. മോളെ, മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് പണിയാച്ചാ കാണിച്ചത്? ഞാൻ അയാളുടെ നാട്ടിലെ കഥകളൊക്കെ അയാൾ പറയുന്നത് കേട്ടിരിക്കുകയായിരുന്നു. എന്നാ ഒരു കാര്യം ചെയ്യാം, അച്ഛനും കൂടെ കുടിക്കും, നമുക്ക് ഒന്നിച്ച് കഥ കേൾക്കാം. വാ, നിക്കടാ, ഇതല്പം പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ സർ? മോളൊന്ന് വാ. എന്താ സർ? മോളെ, നാളെ സൂര്യയുടെ പേരിൽ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതെന്തിനാ എന്നോട് പറയുന്നേ? നാളെ രജിസ്റ്റർ ഓഫീസിലേക്ക് ഞങ്ങൾ പോകുമ്പോ മോള് ഞങ്ങളുടെ കൂടെ വരണം. ഞാനില്ല സർ. ഞാനിവിടെ സൂര്യ സാറിന്റെ ഭാര്യയുടെ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കണമെന്ന് സാർ കരുതുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അല്ല, ആവശ്യമുണ്ട്. നാളെ പ്രോപ്പർട്ടി രജിസ്ട്രേഷനിൽ സാക്ഷിയായി ഒപ്പിടേണ്ടത് മോളാണ്. ഞാനോ? അതെ. എന്താ സാർ ഇത്? സാറിനും കുടുംബത്തിനും സാക്ഷിയായിട്ട് ഒപ്പിടാൻ എത്രയോ ആളുകൾ ഉണ്ടാവും. അവരെ ആരെങ്കിലും വിളിച്ചാ പോരെ? അതെ, ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് മിക്കവാറും ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളാ. മോള് സാക്ഷിയായിട്ട് ഒപ്പിടുമ്പോ വേറൊരു കുടുംബ പേരാണല്ലോ. അഡ്വക്കേറ്റാ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്.
എനിക്ക് താല്പര്യമില്ല സർ. ഇനി ഇവിടുത്തെ ഒരു രജിസ്ട്രേഷൻ കാര്യത്തിലൊക്കെ ഞാൻ ഒപ്പിട്ടൊന്ന് പത്മ മാഡം അറിഞ്ഞാ അതിന്റെ പേരിൽ വലിയ ബഹളം ഉണ്ടാവും. എന്നെ ഒഴിവാക്കിയേക്ക് സർ. ഇതില് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല മോളെ. രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ പോകുന്നു, കൂടി വന്ന ഒരു അരമണിക്കൂർ, അത്ര സമയമേ വേണ്ടൂ. സർ, എന്തായാലും എനിക്ക് പകരം വേറൊരാളെ കണ്ടെത്തിക്കോളൂ. എനിക്ക് നാളെ ആരതിയുടെ കൂടെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ ചെല്ലാമെന്നും പറഞ്ഞു പോയി. ഇത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ മോളെ. ഒരു കാര്യം ചെയ്യും, രജിസ്റ്റർ ഓഫീസിൽ പോയി തിരിച്ചു വന്നിട്ട് മോളെ ആരതിയുടെ അടുത്ത് പോയിക്കോ. ആരതിയെ ഞാൻ വിളിച്ചു പറയണോ? അയ്യോ, അത് വേണ്ട. എന്നാലും മോൾ ഇനി തർക്കമൊന്നും പറയണ്ട. രാവിലെ നമ്മൾ എല്ലാരും കൂടി ഇറങ്ങുന്നു. ഇന്ദ്രജയും വേദയും വിജയകുമാറും എല്ലാരും ഉണ്ട്. അച്ഛൻ കൂടെയില്ലേ? പിന്നെന്തിനാ മോൾ ടെൻഷൻ ആവുന്നേ? എന്താ അച്ഛാ? ഒന്നുമില്ലടാ, ഞാൻ നാളത്തെ രജിസ്ട്രേഷന്റെ കാര്യം ഒന്ന് മോളോട് പറയായിരുന്നു. ഓ, രജിസ്ട്രേഷൻ. ആ. ഓ, ഓ, ഓ. ആ നന്ദിനി, അപ്പൊ നാളെ നമ്മൾ അച്ഛൻ്റെ കൂടെ പോകുന്നു. സർ, മോള് പോയിക്കോ, നാളെ രാവിലെ റെഡിയായാ മതി. പ്രോപ്പർട്ടി രജിസ്ട്രേഷനോ? കല്യാണമല്ലേ? അത് പറഞ്ഞാ നന്ദിനി ഒപ്പിടില്ല. ഓ, പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാ? അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആണോ? വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യമൊന്നും നീ നന്ദിനിയോട് പറയാൻ നിൽക്കണ്ട. ഉം. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് അവളത് എന്തായാലും അറിയില്ല. അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഈ അടുത്ത കാലത്തായിട്ട് അച്ഛന്റെ ബുദ്ധി കുറച്ച് വളഞ്ഞു പോകുന്നുണ്ടോ? ഉണ്ടടാ, ഇതുപോലെ കുരുത്തം കെട്ട മക്കളുണ്ടായാലേ അച്ഛന്മാരുടെ ബുദ്ധി വളഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം റെഡിയായിട്ട് ഇനി നീ ലേറ്റ് ആകരുത്. ഞാൻ ഓൺ ടൈം ആയിരിക്കും. എന്റെ കല്യാണം അല്ലേ?